അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണെന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് ക്ലാസ്സിലെ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് അപ്പോൾ അത് നമ്മളുടെ ഇക്വേഷൻസ് ആംഗുലർ മോഷൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. എ flywheel rotates with a constant retardation due to braking. In the first 10 seconds, it made 300 revolutions. At t is equal to 7.5 seconds, its angular velocity was 45 radians per second. Determine the value of constant retardation, the total time taken to come to rest, and the total revolutions made till it comes to rest. ഇത് നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് നോക്കണം. സോ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു ഫ്ലൈ വീൽ എന്ന് പറയുന്നത് ഒരു പവർ കൊടുക്കുക, പവർ സ്റ്റോറിങ് ആൻഡ് പവർ നമുക്ക് സ്റ്റോർ ചെയ്യാനോ അതേപോലെ പവർ കൊടുക്കാനുള്ള ഒരു ഡിവൈസാണ്. ബേസിക്കലി ഓട്ടോമൊബൈൽസാണ് ഫ്ലൈ വീൽ. ഓട്ടോമൊബൈൽസ് അതേപോലെ ചെറിയ ഡീസൽ എഞ്ചിനുകളിലൊക്കെ ഫ്ലൈ വീല് ഉണ്ടാകും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ഫ്ലൈ വീല് റൊട്ടേറ്റ് ചെയ്യും വിത്ത് എ കോൺസ്റ്റൻറ്റ് റീറ്റാർഡേഷൻ. ബ്രേക്കിംഗ് കാരണം അവിടെ റീറ്റാർഡേഷനാണ് ഉണ്ടാകുന്നത്. ആൻഡ് ആദ്യത്തെ 10 സെക്കൻഡിൽ അത് ആ ഫ്ലൈ വീല് 300 റെവല്യൂഷൻസ് എടുത്തു. അതായത് ആദ്യത്തെ 10 സെക്കൻഡിൽ അതെടുത്ത ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 300 റെവല്യൂഷൻസ് ആണ്. ഇനി ആ ടൈം ഈ 10 സെക്കൻഡിനിടയിൽ ഒരു 7.5 സെക്കൻഡ്സിൽ നമ്മൾ ഈ ഫ്ലൈ വീലിൻ്റെ ആംഗുലർ വെലോസിറ്റി നമ്മൾ എടുത്തപ്പോൾ അറ്റ് ടൈം t is equal to 7.5 സെക്കൻഡ്സിൽ നമ്മൾ ഈ ഫ്ലൈ വീലിൻ്റെ വെലോസിറ്റി എടുത്തപ്പോൾ അതിൻ്റെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് 45 റേഡിയൻസ് പെർ സെക്കൻഡ്. നമ്മളോട് വാല്യൂ ഓഫ് കോൺസ്റ്റൻറ്റ് റീറ്റാർഡേഷനും അതേപോലെ ടോട്ടൽ ടൈം ടേക്കൺ ടു കം ടു റെസ്റ്റ് ആൻഡ് ടോട്ടൽ റെവല്യൂഷൻസ് മെയ്ഡ് വെൻ ഇറ്റ് കംസ് ടു റെസ്റ്റ്, ഈ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞത്. സോ ഇത് 0.1 ആണ്. ആ ഫ്ലൈ വീല് 0.1 നിന്ന് 0.3 എടുത്തു. 0.3 വന്നപ്പോൾ എത്രയാണ്? 300 റെവല്യൂഷൻസ് ആണ് കറങ്ങിയത്. 300 റെവല്യൂഷൻസ്, തീറ്റയുടെ വാല്യൂ നമുക്ക് 300 റെവല്യൂഷൻസ് എന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് ഇത് ഈ 1 to 3 നമ്മൾ കവർ ചെയ്യാനെടുത്ത് എത്ര? 10 സെക്കൻഡ് അല്ലേ? ഇനി ഈ 10 സെക്കൻഡിനിടയിൽ നമ്മൾ 7.5 സെക്കൻഡ്സ് എടുത്തു. 7.5 സെക്കൻഡ്സിൽ ഇതാണ് ഈ 0.2. ഈ 0.2 ആണ് 7.5 സോറി ഈ 0.2 എന്ന് പറയുമ്പോൾ എന്താണ്? ഈ 0.2 എന്ന് പറയുന്നത് നമ്മൾ ആ ടൈം t is equal to എന്താണ്? 7.5 സെക്കൻഡ്സ്. ആ 7.5 സെക്കൻഡ്സിൽ നമുക്കിതിൻ്റെ വാല്യൂ എത്രയാണ്? ആ ടൈം t is equal to 7.5 സെക്കൻഡ്സ് എടുത്തപ്പോൾ ഞാൻ ഒന്നുകൂടെ വലുതായിട്ട് വലിപ്പത്തിൽ വയ്ക്കാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഇത് 0.1 ആൻഡ് 0.3. 0.1 നിന്ന് 0.3 വരെ എടുത്ത സമയം t equals 10 സെക്കൻഡ്സ് ആണ്. ഈ 10 സെക്കൻഡ്സിൽ അവിടെ ഉണ്ടായിരുന്ന തീറ്റ എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 300 റെവല്യൂഷൻസ് ആണ്. ഇനി അറ്റ് ഒരു പ്രത്യേകത 0.2 അറ്റ് 0.2 ഇതാണ് 0.2. അതായത് 0.2 എന്ന് പറയുന്നത് t ഈക്വൽസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 7.5 സെക്കൻഡ്സ്. ഈ 7.5 സെക്കൻഡ്സിന് നമ്മൾ ഇവിടുത്തെ ആംഗുലർ വെലോസിറ്റി മെഷർ ചെയ്തപ്പോൾ ω2 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 45 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടി. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് കോൺസ്റ്റൻറ്റ് റീറ്റാർഡേഷൻ കണ്ടെത്താൻ. അതായത് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞതാണ് കോൺസ്റ്റൻറ്റ് റീറ്റാർഡേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇത് ബ്രേക്ക് ഇത് നമ്മൾ ബ്രേക്ക് ചെയ്തപ്പോൾ ഇത് റെസ്റ്റിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ടൈം എത്ര സമയം കൊണ്ട് ഇത് റെസ്റ്റിലേക്ക് വന്നു, അതേപോലെ റെസ്റ്റിലേക്ക് വന്നപ്പോൾ എത്ര റെവല്യൂഷൻസ് കറങ്ങി എന്നതാണ് ഈ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞത്. സോ ആദ്യം
നമുക്കിതിനകത്ത് ആദ്യം വാല്യൂസ് ആദ്യം എടുത്തെഴുതുക. അപ്പോൾ ആദ്യം വാല്യൂസ് നമ്മൾ എടുത്തെഴുതണം. സോ ഇവിടെ ഏതൊക്കെ വാല്യൂസാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? ടി ടി എന്താണ്? ടി ഈക്വൽസ് എത്രയാണ്? 10 സെക്കൻഡ്സ്. ടി 10 സെക്കൻഡ്സിൽ എടുത്തപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 10 സെക്കൻഡ്സിൽ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? 300 റെവല്യൂഷൻസ് ആണ്. സോ ഈ റെവല്യൂഷൻസ് നമ്മൾ എങ്ങനെയാണ് റേഡിയൻസിലേക്ക് ആക്കും? ഇൻറ്റു 2π ചെയ്താൽ മതി. നമുക്കറിയാം നമ്പർ ഓഫ് റെവല്യൂഷൻസ് എന്താ റേഡിയൻസിൻ്റെ റെവല്യൂഷൻ്റെ നമ്പർ ഓഫ് റെവല്യൂഷൻസിലേക്ക് ആക്കണമെങ്കിൽ എങ്ങനെയായിരുന്നു? തീറ്റേനെ നമുക്ക് കിട്ടിയ തീറ്റയെ 2π കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് റെവല്യൂഷൻസ് ലഭിക്കും. സോ അപ്പോൾ ഇത് നമ്പർ ഓഫ് റെവല്യൂഷൻസ് കിട്ടും. അപ്പോൾ ഈ തീറ്റയുടെ വാല്യൂ നിങ്ങൾക്ക് റേഡിയൻസിൽ കിട്ടണമെങ്കിലോ റേഡിയൻസിന് നമുക്ക് റെവല്യൂഷൻസ് റേഡിയൻസിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് റെവല്യൂഷൻസ് നമുക്ക് കിട്ടിയ നമ്പർ ഓഫ് റെവല്യൂഷൻസിനെ ഇൻറ്റു 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, റിവേഴ്സ്. അപ്പോൾ ഇവിടെ തീറ്റയുടെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 300 ഇൻറ്റു 2π, ദാറ്റ് ഈസ് 600 ബൈ റേഡിയൻസ്. അത് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? ആംഗുലർ ഡിസ്പ്ലേസ് നമുക്കറിയാം. നമുക്ക് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതെന്താ? ഇവിടെ ഡീസലറേഷൻ ആണ് പറയുന്നത്. അപ്പോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ എന്ന് പറയുന്നത് ഒമേഗ നോട്ട് ടി മൈനസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ എന്നതാണ് നമുക്ക് ഇക്വേഷൻ, അല്ലേ? ഡീസലറേഷൻ്റെ ഇക്വേഷൻ. സോ ഒമേഗ നോട്ടിൻ്റെ വാല്യൂ നമുക്കറിയാം, തീറ്റയുടെ വാല്യൂ അറിയാം 600 ബൈ ഈക്വൽസ് ഒമേഗ നോട്ടിൻ്റെ വാല്യൂ അറിയില്ല, ടിയുടെ വാല്യൂ അറിയാം എത്ര? 10 ഇൻറ്റു ഒമേഗ നോട്ട് മൈനസ് ഹാഫ് ഇൻറ്റു ആൽഫയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം എത്ര? ആൽഫയുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല, കണ്ടുപിടിക്കണം. ടി സ്ക്വയറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം 10 സ്ക്വയർ, ദാറ്റ് ഈസ് ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കിട്ടും. 600 ബൈ ഈക്വൽസ് 10 ഇൻറ്റു ഒമേഗ നോട്ട് മൈനസ് ഹാഫ് ഇൻറ്റു ആൽഫ ഇൻറ്റു 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100, അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 50. സോ 10 ഒമേഗ നോട്ട് മൈനസ് 50 ആൽഫ ഇസ് ഈക്വൽ ടു 600 പൈ. നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മളിതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 10 നമുക്ക് 10 കോമൺ ഫാക്ടറാണ്. സോ അപ്പോൾ അതെടുക്കുമ്പോൾ ഒമേഗ നോട്ട് മൈനസ് 5 ആൽഫ ഇസ് ഈക്വൽ ടു 600 പൈ ബൈ 10 എന്ന് കിട്ടും, ദാറ്റ് ഈസ് 60 പൈ എന്ന് കിട്ടും. സോ 60 പൈ ഈക്വൽസ് ഒമേഗ നോട്ട് മൈനസ് 5 ആൽഫ ഇത് ഇക്വേഷൻ കിട്ടും. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 1. ഓക്കെ, ഇനി അടുത്തത് ചെയ്യേണ്ടത് നമുക്ക് ഇനി എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അറ്റ് ടി ഈക്വൽസ് 7.5 സെക്കൻഡ്സിൽ ആ ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. ടി 7.5 സെക്കൻഡ്സിൽ നമ്മൾ ഫ്ലൈ വീലിൻ്റെ വെലോസിറ്റി എടുത്തപ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയായിരുന്നു? വെലോസിറ്റി എന്ന് പറയുന്നത് 40 പൈ റേഡിയൻസ് പെർ സെക്കൻഡ്. ഓക്കെ, 40 പൈ റേഡിയൻസ് പെർ സെക്കൻഡ്. സോ അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ലെറ്റ് ഒമേഗ നോട്ട് എന്ന് പറയുന്ന 0.1 ഇനീഷ്യൽ വെലോസിറ്റി, ഒമേഗ 3 എന്ന് പറയുന്നത് 0.3 ഫൈനൽ വെലോസിറ്റി, ആൻഡ് ഒമേഗ 2 എന്ന് പറയുന്നത് 0.2 വെലോസിറ്റി. സോ ഇവിടെ ഒമേഗ 2 എന്ന് പറയുന്നത് എന്താണ്? 40 പൈ റേഡിയൻസ് പെർ സെക്കൻഡ്. സോ ഇവിടെ നോക്കുക, ഒമേഗ നോട്ടിൽ നിന്ന് ഒമേഗ 2 വരെ ഒമേഗ 2 ഈക്വൽ ടു 40 പൈ റേഡിയൻസ് പെർ സെക്കൻഡ് അവൻ എടുത്ത സമയം 7.5 സെക്കൻഡ്സ് ആണ്. സോ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കാനോ ഇക്വേഷൻ ഓഫ് മോഷൻ എന്താ?
omega 2 is equal to omega naught minus alpha t. V is equal to u plus at യുടെ അതേ ഇക്വേഷൻ. omega 2 എന്ന് പറയുന്നത് എന്താ? 40 pi is equal to omega naught നമുക്ക് അറിയത്തില്ല, മൈനസ് ആൽഫയുടെ വാല്യൂ അറിയില്ല, ടിയുടെ വാല്യൂ നമുക്കറിയാം 7.5 സെക്കൻഡ്സ് അല്ലേ? That is equal to omega naught minus 7.5 alpha is equal to 40 pi. So let this be equation 2. This is equation 2. ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവസാനം നിങ്ങൾക്ക് വാല്യൂ കിട്ടും. എന്താണ്? ആൽഫയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. സോ ഇത് രണ്ട് ഇക്വേഷൻ 1 ഉം 2 നമ്മൾ തമ്മിൽ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഇക്വേഷൻ 1 2 സോൾവ് ചെയ്യും. സോ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്യുമ്പോൾ എന്തായിരിക്കും? 60 പൈ മൈനസ് 40 പൈ ഈക്വൽസ് എന്താ? ഒമേഗ നോട്ട് മൈനസ് 5 ആൽഫ മൈനസ് ഒമേഗ നോട്ട് മൈനസ് 7.5 ആൽഫ എന്ന് കിട്ടും. സോറി, ഒമേഗ നോട്ട് പ്ലസ് ഒമേഗ നോട്ട് മൈനസ് 7.5 ആൽഫ എന്ന് കിട്ടും. അപ്പോൾ അതിനകത്ത് ഒരു മിനിറ്റ് ഒരു കാര്യം നോക്കണം. കുഴപ്പമില്ല, ഇതിങ്ങനെ തന്നെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. ഇതിങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ എന്ത് പറ്റും? ഈ മൈനസ് ഇങ്ങനെ എടുക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് മൈനസ് എടുക്കുമ്പോൾ എന്താ കിട്ടുക? നിങ്ങൾക്ക് മൈനസ് കിട്ടുമ്പോൾ ഇത് മൈനസ്, അപ്പോൾ ഇവിടെ മൈനസ് ഒമേഗ നോട്ട് പ്ലസ് 7.5 ആൽഫ ഒമേഗ നോട്ട് മൈനസ് 5 ആൽഫ ഇസ് ഈക്വൽ ടു 60 മൈനസ് 40 എന്ന് പറയുന്നത് എത്രയാണ്? 20 പൈ. ഒമേഗ നോട്ട് ക്യാൻസൽ, 5 പൈ is equal to 2.5 ആൽഫ is equal to 20 pi, or alpha is equal to 20 pi divided by 2.5, that is equal to 8 pi radians per second square. Okay, നമുക്ക് എന്തുകൊണ്ടാണ് 8 അപ്പോൾ ആൽഫ അപ്പോൾ ഡീസലറേഷൻ്റെ വാല്യൂ കിട്ടി 8 pi radians per second square. നമ്മൾ ഡീസലറേഷൻ ഇക്വേഷൻ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടി. സോ 8 pi radians per second കിട്ടി. അപ്പോൾ നമുക്ക് ഒമേഗ നോട്ട് കാണാൻ പറ്റുമല്ലോ. ഒമേഗ നോട്ട് നമുക്ക് നമ്മുടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒമേഗ നോട്ടിൻ്റെ വാല്യൂ കിട്ടും. സോ ഒമേഗ നോട്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഒമേഗ നോട്ട് ഇസ് ഈക്വൽ ടു 60 pi പ്ലസ് 5 ആൽഫ ആണ് ഒമേഗ നോട്ട്. ദാറ്റ് ഈസ് 60 pi പ്ലസ് 8 pi into 5. That is 60 pi plus 40 pi. That is equal to 100 radians per second. So omega naught initial angular velocity value നിങ്ങൾക്ക് കിട്ടി. സോ ഒന്നുകൂടെ പറയാം, എന്താണ്? നമുക്ക് ആദ്യം പോയിന്റ് 1 നിന്ന് പോയിന്റ് 3 വരെ 10 സെക്കൻഡ് എടുത്തു. ഫ്ലൈ വീൽ എടുത്ത ഫ്ലൈ വീല് പോയിന്റ് 1 നിന്ന് പോയിന്റ് 3 വരെ നമ്മൾ ഉള്ള സമയം 10 സെക്കൻഡാണ്. ആ 10 സെക്കൻഡിൽ ഫ്ലൈ വീല് 300 റെവല്യൂഷൻസ് കറങ്ങി. ആൻഡ് ഈ 10 സെക്കൻഡ് ഇടയിൽ നമ്മൾ 7.5 സെക്കൻഡ്സിൽ നമ്മൾ ഈ ഫ്ലൈ വീലിൻ്റെ വെലോസിറ്റി എടുത്തപ്പോൾ 40 pi radians per second കിട്ടും. സോ ആദ്യം നമ്മൾ പോയിന്റ് 1 to 3 കൺസിഡർ ചെയ്യുക. അപ്പോൾ ആംഗുലർ അവിടെ
0.123 എന്തായിരുന്നു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം. അതുപോലെ ടൈം ടേക്കൺ ഫോർ ഈ 300 റെവല്യൂഷൻസ് എടുക്കാനായിട്ടെടുത്ത സമയം നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ അത് നമ്മൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ വരും. ഇക്വേഷൻ നമ്മൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ എടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കിട്ടും. സിമിലർലി 0.122 അതായത് 0.12 ഈ രണ്ടാമത്തെ 1 to 2 ഇനീഷ്യൽ വെലോസിറ്റി നമ്മുടെ ഇതിൻ്റെ 7.5 സെക്കൻഡ്സിൽ ഈ ഫ്ലൈ വീലിൻ്റെ വെലോസിറ്റി ഈ 10 സെക്കൻഡിൻ്റെ ഇതിന് ഈ 0.2 നമ്മൾ 0.2 എന്ന് പറഞ്ഞാൽ ടൈം 7.5 സെക്കൻഡ്സ്. അപ്പോൾ 7.5 സെക്കൻഡ്സിൽ നമ്മൾ ഫ്ലൈ വീലിൻ്റെ വെലോസിറ്റി മെഷർ ചെയ്തപ്പോൾ 40 പൈ റേഡിയൻസ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഫൈനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇക്വേഷൻസ് ഓഫ് സർക്കുലർ മോഷൻ്റെ ഫൈനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എടുത്ത് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കിട്ടി. അത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൽഫയുടെ വാല്യൂവും കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒമേഗ നോട്ടിൻ്റെ വാല്യൂ കിട്ടും. ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ദ ടോട്ടൽ ടൈം ടേക്കൺ ടു കം ടു റെസ്റ്റ്. അതായത് നമുക്ക് 100 പൈ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നമുക്കിപ്പോൾ ഒമേഗ നോട്ടിൻ്റെയും ആൽഫയുടെയും വാല്യൂ കിട്ടി. ഇനി ഈ 100 പൈയിൽ നിന്ന് 100 പൈ റേഡിയൻസ് പെർ സെക്കൻഡ് 100 പൈ റേഡിയൻസ് പെർ സെക്കൻഡിൽ നിന്ന് 100 പൈ റേഡിയൻസ് പെർ സെക്കൻഡിൽ നിന്ന് ഒമേഗ 0 ആവണമെങ്കിൽ എടുക്കുന്ന ടൈം എത്രയാണ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇക്വേഷൻസ് ഓഫ് മോഷൻ എടുക്കുക. ഇക്വേഷൻസ് ഓഫ് മോഷൻ എടുക്കുക. എങ്ങനെയാണ്? ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ നോട്ട് മൈനസ് ആൽഫ ടി. ഒമേഗയുടെ വാല്യൂ 0, ഒമേഗ നോട്ടിൻ്റെ 100 പൈ മൈനസ് ആൽഫയുടെ വാല്യൂ -8 പൈ ടു ടി. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് ടിയുടെ വാല്യൂ കിട്ടും. ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 100 പൈ ബൈ 8 പൈ. So it will be equal to 12.5 seconds. 12.5 seconds നിങ്ങൾക്ക് വാല്യൂ കിട്ടും. അതാണ് ടിയുടെ വാല്യൂ. അതായത് ടൈം ടേക്കൺ ടു ബൈ ദ ഫ്ലൈ വീൽ ടു കം ടു റെസ്റ്റ്. അതാണ് നമുക്ക് ടിയുടെ വാല്യൂ കിട്ടി. 12.5 സെക്കൻഡ്സ് നിങ്ങൾക്ക് കിട്ടി. ഇനി നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഈ 12.5 സെക്കൻഡ്സിൽ ഈ 100 പൈ റേഡിയൻസ് പെർ സെക്കൻഡിൽ നിന്ന് റെസ്റ്റിലേക്ക് വന്നപ്പോൾ ടൈം ടേക്കണും അതേപോലെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ നോട്ട് ടി മൈനസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. ഇത് 1/2 ആണ്. ഇൻറ്റു ആൽഫ ടി സ്ക്വയർ. സോ തീറ്റയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഒമേഗ നോട്ടിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. ഒമേഗ നോട്ടിൻ്റെ 100 പൈ ഇൻറ്റു 12.5 മൈനസ് 1/2 ഇൻറ്റു ആൽഫയുടെ വാല്യൂ 8 പൈ ഇൻറ്റു 12.5 സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീറ്റയുടെ വാല്യൂ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് തീറ്റ ആസ് തീറ്റയുടെ വാല്യൂ എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? തീറ്റയുടെ വാല്യൂ യു വിൽ ഗെറ്റ് ആസ് 1962.5 റേഡിയൻസ്. തീറ്റയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായോ? നമുക്ക് സോ ഇത് റേഡിയൻസ് കിട്ടി. അപ്പോൾ തീറ്റ ഇൻ ടേംസ് ഓഫ് റെവല്യൂഷൻസിൽ എങ്ങനെയായിരിക്കും? തീറ്റ റെവല്യൂഷൻസ് എങ്ങനെ ചെയ്യണം? 1962.5 by 2π. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 312.5 റെവല്യൂഷൻസ് കിട്ടും. സോ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്തപ്പോൾ എല്ലാ ഇക്വേഷൻസും എല്ലാ വാല്യൂസും നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഒന്നുകൂടെ പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എന്താണ്? ആദ്യം 0യിൽ നിന്ന്
ആദ്യം 0-ൽ നിന്ന് ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് ആദ്യം ഈ ഫിഗർ ആദ്യം വരയ്ക്കുക. ഒമേഗ 1.1 നിന്ന് 0.3 എടുത്ത സമയം 10 സെക്കൻഡ്സ്. അപ്പോൾ ആ 10 സെക്കൻഡ് 0.1 to 0.3 ഈ ഫ്ലൈവീൽ എടുത്ത സമയം 10 സെക്കൻഡ്സ്. അതായത് 300. ആ 10 സെക്കൻഡ്സിൽ ഈ ഫ്ലൈവീൽ 300 റെവല്യൂഷൻസ് കറക്കി. ആൻഡ് 0.2 എന്ന് പറയുന്നത് ഈ 10 സെക്കൻഡ്സിനിടയിൽ ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ ഫ്ലൈവീലിൻ്റെ സ്പീഡ് മെഷർ ചെയ്തപ്പോൾ നമുക്ക് ഒമേഗയുടെ വാല്യൂ കിട്ടി. ആ 0.2 ഒമേഗയുടെ വാല്യൂ 45 റേഡിയൻസ് പെർ സെക്കൻഡ്. സോ നമുക്ക് ആദ്യം 0.1 to 3 എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൺസിഡർ 1 to 3 എടുക്കുമ്പോൾ ടൈം 10 സെക്കൻഡ്സ്, തീറ്റയുടെ വാല്യൂ 300 റെവല്യൂഷൻസ്, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ. ആ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കിട്ടും. സിമിലർലി 0.1 to 2 എടുക്കുക. 0.1 to 2 ലിറ്റ് 7.5 സെക്കൻഡ്സ്. അതിൻ്റെ കൂടെ ഒമേഗയുടെ വാല്യൂ, ഫൈനൽ വെലോസിറ്റിയുടെ വാല്യൂ കിട്ടി. അത് വെച്ച് നമ്മൾ ഇനി ഇക്വേഷൻ ചെയ്യും. നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യണം. അത് രണ്ട് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൽഫയുടെയും വാല്യൂ കിട്ടും. അതേപോലെ ഒമേഗ നോട്ടിൻ്റെയും വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യണം, നമ്മളോട് ഇത്ര. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമുക്ക് കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ സെക്കൻഡ് പാർട്ട് എന്താണ്, നിങ്ങളോട് എന്താ റെസ്റ്റിലെടുക്കുമ്പോൾ അതായത് 100 പൈ ഇനീഷ്യൽ 100 പൈ റേഡിയൻസ് പെർ സെക്കൻഡിൽ നിന്ന് ഒമേഗ 0 ആകാനായിട്ട് എത്ര സമയം, ഒമേഗ റെസ്റ്റിലേക്ക് വരാൻ എത്ര സമയം എടുക്കും. അപ്പോൾ എന്താണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഒമേഗ നോട്ട് എന്ന് പറയുന്നത് 10 പൈ റേഡിയൻസ് പെർ സെക്കൻഡ്, ആൽഫ എന്ന് പറയുന്നത് -8 പൈ. ആൻഡ് അപ്പോൾ ടി അപ്പോൾ അതിൽ നിങ്ങൾക്ക് ടി കിട്ടും. ടിയുടെ വാല്യൂ കിട്ടും 12.5 സെക്കൻഡ്സ്. ഇനി അപ്പോൾ ഈ 100 പൈ റേഡിയൻസ് പെർ സെക്കൻഡിൽ നിന്ന് 0 റേഡിയൻസ് പെർ സെക്കൻഡിലേക്ക് എടുക്കാനുള്ള സമയവും, അതേപോലെ ഇതിൽ നിന്ന് 0 ആ റെസ്റ്റിലേക്ക് വന്നപ്പോൾ എത്ര റെവല്യൂഷൻസ് കറങ്ങി, അതുപോലെ എത്ര പ്രാവശ്യം കറങ്ങി എന്നത് കണ്ടെത്താനും ആണ് നമ്മളോട് പറയുന്നത്. പിന്നീട് സെക്കൻഡും തേർഡ് പാർട്ടും. ഇത് തേർഡ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്. അപ്പോൾ തേർഡ് പാർട്ട് എങ്ങനെയാണ്, അപ്പോൾ നേരെ ഇക്വേഷൻ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നേരെ നിങ്ങൾക്ക് ആ റേഡിയൻസിൽ കിട്ടും. അതിന് നിങ്ങൾ റെവല്യൂഷൻസിലേക്ക് ആക്കി 3/2 പൈ നിങ്ങൾക്ക് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് റെവല്യൂഷൻസ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.